ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആകാശിക് റെക്കോർഡ്സ് റീഡിങ്സിൻ്റെ സെക്കൻഡ് ലെവലിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ലെവലിൽ 4 മെത്തേഡ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഈ 4 മെത്തേഡ്സിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഈസിയർ ആയിട്ടുള്ളത്, ആകാശിക് റെക്കോർഡ്സിനെ ആക്സസ് ചെയ്യാനാണെങ്കിലും ഹീലിങ്ങിനും, ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ആകാശിക് റെക്കോർഡ്സ് റീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് മെത്തേഡാണോ, സെക്കൻഡാണോ, തേർഡാണോ, ഫോർത്താണോ എന്നുള്ളത് റെസ്ട്രിക്റ്റഡ് അല്ല. പക്ഷേ സെക്കൻഡ് മെത്തേഡ് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലോട്ടസ് മെഡിറ്റേഷനാണ് ചെയ്തത്. അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചക്രാസ് അടക്കം ക്ലെൻസ് ചെയ്ത് നിങ്ങളുടെ റൂട്ട് ചക്രയിലുള്ള ആ ഒരു കുണ്ടലിനി ശക്തിൻ്റെ ഒരു എനർജീനെ അവേക്കൺ ചെയ്യാനായിട്ടുള്ള ഒരു എനർജറ്റിക് ബ്ലോക്സിനെ ക്ലെൻസ് ചെയ്യാനായിട്ട് ആ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. അതിപ്പം നിങ്ങളുടെ ഒരു ആകാശിക് റെക്കോർഡ്സ് ആക്സസ് ചെയ്യുമ്പോഴാണെങ്കിലും മറ്റുള്ളവരുടെ ആകാശിക് റെക്കോർഡ്സ് ആക്സസ് ചെയ്യുമ്പോഴാണെങ്കിലും. അപ്പോൾ സെക്കൻഡ് ലെവലിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നും നോക്കാം. ആദ്യമായിട്ട് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഫസ്റ്റ് ലെവലിൽ നമ്മൾ പോകുമ്പോൾ ആകാശിക് റെക്കോർഡ്സ് ലൈബ്രറിയിലേക്ക് എൻ്റർ ആകുമ്പം ഹീലിംഗ് നാച്ചുറലി നടക്കാറുണ്ട്. അപ്പോൾ സെക്കൻഡ് ലെവലിലേക്ക് വരുമ്പം അടുത്ത ലെവൽ ഓഫ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു നാച്ചുറൽ ഹീലിംഗ് അല്ലാതെ നമ്മളെ ഓണായിട്ട് എങ്ങനെ ഹീൽ ചെയ്യാമെന്ന് പഠിക്കുന്നു. മറ്റുള്ള ഹീലിംഗ് മൊഡാലിറ്റീസ് ആകാശിക് റെക്കോർഡ്സ് ലൈബ്രറിയിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പഠിക്കുന്നു. ഫോർ എക്സാമ്പിൾ റേക്കി പോലത്തെ കാര്യങ്ങൾ, പോലത്തെ സ്പിരിച്വൽ ടൂൾസ് എങ്ങനെ നമുക്ക് ആകാശിക് റെക്കോർഡ്സിൻ്റെ ലൈബ്രറിയിൽ എത്തുമ്പോൾ ഹീൽ ചെയ്യാൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കാം നമുക്ക്. മൂന്നാമതായിട്ട് നമ്മൾ സെൽഫ് ഹീലിംഗ് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കുന്നു. നാലാമത് മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ ഹീൽ ചെയ്യണമെന്ന് പഠിക്കുന്നു. അടുത്തതായിട്ട് ഇതിൽ ആദ്യത്തെ ലെവലിൽ നമ്മളൊന്ന് ഓർക്കുകയാണെങ്കിൽ ആർക്കേഞ്ചൽ മൈക്കലിനെ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി ഇവോക്ക് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ഷനും ഷീൽഡിങ്ങിനും വേണ്ടി. ആർക്കേഞ്ചൽ മെറ്റട്രോൺ ആണ് ആകാശിക് റെക്കോർഡ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലൈബ്രറിയുടെ അധിപനെന്ന് നമ്മൾ മനസ്സിലാക്കി അവിടുന്ന് ആർക്കേഞ്ചൽ മെറ്റട്രോണിൻ്റെ പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ റീഡിങ്ങിന് പോകുന്നത് അല്ലേ? അതേപോലെ തന്നെ ഇനി 2 ആർക്കേഞ്ചൽസിനെയും കൂടെ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ദ ഹീലിംഗ്. അവരുടെ റോൾ എന്താണ് ഈ ഒരു ലൈബ്രറിയിൽ ഹീലിങ്ങിൽ, അവരെ എങ്ങനെ ഇവോക്ക് ചെയ്യണം, ഇതൊക്കെ പഠിക്കുന്നുണ്ട്. ഇതല്ലാതെ നമ്മൾ യൂഷ്വലി 7 ചക്രാസ് എന്നാണ് പറയുന്നതെങ്കിലും 12 ചക്രാസ് ആണ് നമുക്കുള്ളത്. അതായത് നമ്മളുടെ ബോഡിയുടെ വെളിയിൽ ഇനി നമ്മൾക്ക് അതായത് ആ ഒരു ഇൻഡിവിജ്വൽ സോളിൻ്റേതായിട്ട് ചക്രാസ് ഉണ്ട്. അപ്പം ഇൻ പെർട്ടിക്കുലറായിട്ട് നമ്മളുടെ ഹാർട്ട് ചക്രയിലെ 2 അപ്പർ ഹാർട്ട് ആൻഡ് ലോവർ ഹാർട്ട് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനെ എങ്ങനെ ഹീലാക്കാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ കോഡ് കട്ടിങ് എങ്ങനെ ചെയ്യണം, അതായത് ആകാശിക് ബുക്ക് റെക്കോർഡ്സ് ലൈബ്രറിയിൽ നമ്മൾ കോഡ് കട്ടിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം ഹീലിംഗ്. നമ്മൾ ഫസ്റ്റ് ലെവലിലും പോകുമ്പോൾ ആകാശിക് റെക്കോർഡ്സിൽ പോകുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പെർമിഷൻ ആർക്കേഞ്ചൽ മെറ്റട്രോണിൽ നിന്നും കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഹീലിങ്ങിനായിട്ട് പോകാറുണ്ട് അല്ലേ? അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഹീലിംഗ് തരുമോ എന്ന് ചോദിക്കുന്നു. നമുക്ക് ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ ഹീലാവുന്നു, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അത് ഈവൻ ബോഡി ലെവലിലാവാം, മൈൻഡിൻ്റെ ലെവലിലാവാം, സോളിൻ്റെ ലെവലിലാവാം, ഏതെങ്കിലും ഒരു ലെവലിൽ അല്ലെങ്കിൽ എല്ലാം കൂടെ ആയിട്ട് നമുക്കൊരു ഹീലിംഗ് നടക്കുന്നു. പക്ഷേ രണ്ടാമത്തെ ലെവലിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഒരു പ്രാധാന്യം കൊടുക്കുന്നത് ഹീലിങ്ങിനാണ്. എന്താണ് ഹീലിംഗ്? ഹീലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യത്തെ ലെവലിൽ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ബ്ലോക്കേജസ്, ബാഗേജസ്, സോൾ കോൺട്രാക്ട്സ്, കാർമിക് കോൺട്രാക്ട്സ്, നമ്മൾ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള, അതായത് നമ്മുടെ എനർജറ്റിക് ലെവലിൽ നിന്നും നമ്മൾ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എത്രിക് കോഡ്സ്. എത്രിക് കോഡ്സ് എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ ഒരാളിലേക്കാവാം, പല ആളുകളിലേക്കാവാം, പാസ്റ്റിലേക്കാവാം, മെമ്മറീസിലേക്കാവാം, തോട്ട്സിലേക്കാവാം, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്കാവാം, ഒരു പെർട്ടിക്കുലർ പെറ്റ് ആനിമൽസിലേക്കാവാം. ഒക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇങ്ങനെയൊക്കെയും അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എനർജീനെ ലീക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയും ഈ ഓരോ കാര്യങ്ങളിലും നമുക്ക് ഹീലിംഗ് കൊടുത്തുകൊണ്ട് വേണം നമ്മളുടെ ആ ഒരു എനർജറ്റിക് സ്പേസിനെ നമ്മൾ ക്ലെൻസ് ചെയ്തുകൊണ്ട് വരേണ്ടത്. അപ്പോൾ ഈ
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹീൽ ചെയ്തുകൊണ്ട് വരുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എനർജറ്റിക് സ്പേസിനെ നമ്മൾ ഫ്രീ ആക്കുകയാണ് ചെയ്യുന്നത് ഫോർ ദ ഹയസ്റ്റ് ഗുഡ് ഓഫ് ഓൾ ദ സോൾസ്. അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഒരു കാർമിക് കോൺട്രാക്റ്റുമായിട്ടുള്ള സോളുമായിട്ട് ഞാൻ എനർജറ്റിക്കലി കോഡ് കട്ട് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ നെഗറ്റീവായിട്ടുള്ള കോഡ്സ്, അത് പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചറിലേക്കുള്ള കോഡ്സ് ആയിരിക്കും നമ്മൾ അതിനെ ക്ലെൻസ് ചെയ്ത് വിടുന്നത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് വിടുന്നത്. സോ ദാറ്റ് എൻ്റെ സോളും ഫ്രീ ആയിരിക്കും, ഓപ്പോസിറ്റിൽ നിൽക്കുന്ന കാർമിക് എന്ന് പറയുന്ന ആളുടെ ആ ഒരു ബോഡിയിലുള്ള ആ ഒരു സോളിനും അതിൻ്റെ ഹയസ്റ്റ് ഗുഡിലേക്ക് എത്താനുള്ള ഒരു ബാഗേജിൽ നിന്നും ഫ്രീ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ പെർട്ടിക്കുലറായിട്ട്, അതായത് ആദ്യത്തെ ലെവലിൽ വരുമ്പോൾ എനിക്ക് ഹീലിംഗ് തരുമെന്നാണ് ചോദിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ലെവലിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ മൈക്രോ ലെവലിൽ ഹീലിംഗ് തുടങ്ങും. അതിപ്പം ഈ പറഞ്ഞ പോലെ ഏത് കാറ്റഗറിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഇൻറ്റൻഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ഹീലിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ ഉദാഹരണം എടുത്തു പറഞ്ഞാൽ, നമ്മളിപ്പം ഇന്ന ആളുമായിട്ടുള്ള സോൾ കോൺട്രാക്റ്റ് എന്താണെന്ന് നോക്കി. ഓക്കെ, ഞാനും ABC എന്ന് പറഞ്ഞ ഒരാളുമായിട്ടുള്ള സോൾ കോൺട്രാക്റ്റ് നോക്കി. അത് കാർമിക് കോൺട്രാക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പലതരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് പോകുന്നതെന്ന് മനസ്സിലായി. ഈ കോൺട്രാക്റ്റ് നോക്കുന്ന ഉടനെ തന്നെ നമുക്ക് അതിനുള്ള ഹീലിങ്ങിനുള്ള പെർമിഷൻ എടുത്ത് അവിടെ ഹീൽ ചെയ്ത് കോഡ് കട്ട് ചെയ്ത് വിടാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഹീലിംഗ് കൊണ്ട് ഒരു ഓവറോൾ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തായിട്ട് മറ്റുള്ള ഹീലിംഗ് മൊഡാലിറ്റീസ് എങ്ങനെ നമുക്ക് ആകാശിക് റെക്കോർഡ് ലൈബ്രറിയിൽ യൂസ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ എങ്ങനെ ഇവോക്ക് ചെയ്ത് ഇൻറ്റൻഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ആ ഒരു ഹീലിങ്ങിനെ ഒത്തിരി മടങ്ങ്, അത് ഇപ്പം 2 മടങ്ങ് 10 മടങ്ങ് 100 മടങ്ങൊക്കെ അതിൻ്റെ എഫക്റ്റ് വർദ്ധിപ്പിക്കാമെന്ന് മനസ്സിലാക്കാം. ഹീലിംഗ് മൊഡാലിറ്റീസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ കോഴ്സുകളിൽ നമ്മൾ പഠിക്കുന്ന നമ്മളുടെ സ്പിരിച്വൽ ഗിഫ്റ്റുകളാണ് ശരിക്കും. ഇപ്പം നിങ്ങൾ ആകാശിക് ബുക്ക് റെക്കോർഡ്സ് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വെളിയിൽ നിന്നൊന്നും പഠിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഗിഫ്റ്റിലേക്ക് ടാപ്പ് ഇൻ ചെയ്യാനായിട്ട് ഒരു മാധ്യമം, എന്നെ ഒരു മാധ്യമമാക്കിക്കൊണ്ട് യൂണിവേഴ്സ് അതിലേക്ക് നിങ്ങളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് നിങ്ങളുടെ സോളിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ അതിലേക്ക് കണക്റ്റ് ആയത്, പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് ത്രൂ ആണ് നിങ്ങൾ ആകാശിക് ബുക്ക് റെക്കോർഡ്സിലേക്ക് കണക്റ്റ് ആയത്, അല്ലേ? ഇതേപോലെ എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിൽ റേഖി പഠിച്ചവർ കാണും, ക്രിസ്റ്റൽ ഹീലിംഗ് പഠിച്ചവർ കാണും, ഏഞ്ചലിക് ഹീലിംഗ് പഠിച്ചവർ കാണും, ഇങ്ങനെ പ്രാണിക് ഹീലിംഗ് വരുന്നുണ്ട്, പിന്നെ ഒത്തിരി ഹീലിംഗ് മൊഡാലിറ്റീസ് ഉണ്ട് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയുള്ള ഏതൊരു ഹീലിംഗ് മെത്തേഡും നിങ്ങൾക്ക് ആകാശിക് ബുക്ക് റെക്കോർഡ്സിൽ പോകുമ്പം അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാം, ഏതൊരു ഹീലിംഗ് മെത്തേഡ് എന്ന് പറയുന്നതും നമ്മുടെ എനർജീനെ ഫ്ലോ ചെയ്യാനായിട്ട്, അതായത് സ്മൂത്ത്ലി ഫ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെ? നമ്മുടെ ഉള്ളിലെ ബ്ലോക്കേജസിനെ ക്ലെൻസ് ചെയ്തുകൊണ്ട് നമ്മളുടെ സോഴ്സ് എനർജിയുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുകയും അതേസമയം നമ്മളെ ഗ്രൗണ്ട് ചെയ്യാനായിട്ട് എർത്ത് എനർജിയുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാനും ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഏതൊരു സ്പിരിച്വൽ ടൂൾ എന്ന് പറയുന്നതും. അപ്പോൾ ഈവൻ ടാരോ കാർഡും നമുക്ക് ആകാശിക് ബുക്ക് റെക്കോർഡ്സിലിരുന്ന് ലൈബ്രറിയിലിരുന്ന് റീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ റേഖി പഠിച്ചവർക്ക് ആദ്യം അറിയാം, ആദ്യത്തെ ലെവലെന്ന് പറയുന്നത് സെൽഫ് ഹീലിങ്ങിൻ്റെ ലെവലാണ്. രണ്ടാമത്തെ ലെവൽ തൊട്ട് നമുക്ക് സിമ്പിൾസ് കാണും. സിമ്പിൾസ് നമ്മളെ ഹീൽ ചെയ്യാനും മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ. അപ്പം റേഖിയിൽ സെക്കൻഡ് ലെവലിൽ പഠിച്ചു കഴിഞ്ഞവർക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ലെവലിൽ പഠിച്ചവർക്കാണെങ്കിൽ സെൽഫ് ഹീലിങ്ങിനായിട്ട് റേഖീനെ നമുക്ക് ആകാശിക് ബുക്ക് റെക്കോർഡ്സ് ലൈബ്രറിയിലേക്ക് പോകുമ്പോൾ ഇവോക്ക് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് നിങ്ങൾ എടുക്കുന്ന ഹീലിംഗ്, നിങ്ങൾ സെൽഫായിട്ട് എടുക്കുന്ന ഹീലിംഗ് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഹീലിങ്ങിൽ ഈ ഒരു സിമ്പിൾസൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ എഫക്റ്റ് ഒത്തിരി, അത് എത്ര മടങ്ങെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നാൽ ആ ഒരു കാർമിക് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു
ഇമോഷണൽ ബാഗേജ് നിങ്ങൾ എത്ര ജന്മങ്ങളായിട്ട് കൊണ്ടുവരുന്നോ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അനുസരിച്ചാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഹീലായ ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് 1-2 ദിവസം ആകാശിക് റെക്കോർഡ്സിൽ റേഖീനെ ഇവോക്ക് ചെയ്തിട്ട് അവിടെ പോയി ഹീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഹീൽ ചെയ്ത് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് റേഖീനെ ഇവോക്ക് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഏഞ്ചലിക് ഹീലിംഗ് പഠിച്ചവർക്ക് അവിടെ പെർട്ടിക്കുലർ സിമ്പിൾസ് കാണും നമുക്ക് ഏഞ്ചൽസിനെ ഇവോക്ക് ചെയ്യാനായിട്ട്. ആൻഡ് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളൊരു പെർട്ടിക്കുലർ ഏഞ്ചലിലേക്ക് കണക്റ്റഡും ആയിരിക്കും. അപ്പോൾ നിങ്ങളിപ്പം ഈ 4 ഏഞ്ചൽസ് അല്ലാതെ ഇനിയൊരു ഏഞ്ചലിലേക്കാണ് നിങ്ങൾ കണക്റ്റഡ് എങ്കിൽ ആ ഒരു ഏഞ്ചലിനെയും നിങ്ങൾക്ക് ഇവോക്ക് ചെയ്യാവുന്നതാണ് വിത്ത് ദ സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ റേഖീൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ ഏഞ്ചലിക് ഹീലിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ഹീലിംഗ് പഠിച്ചവരാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്രിസ്റ്റൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ബ്ലാക്ക് ടോർമലിനാണ് കയ്യിലുള്ളതെങ്കിൽ ഇപ്പം അല്ലെങ്കിൽ റൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ് നമുക്കുള്ളത്, അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ബ്ലാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്രിസ്റ്റലും നമുക്ക് ഹീൽ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ്റെ ഇഷ്യൂസ് ആണെങ്കിൽ പൈറേറ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ യൂസ് ചെയ്യും. നമ്മളുടെ അങ്ങനെ ഒത്തിരി ക്രിസ്റ്റൽ ഹീലിംഗ് എന്ന് പറയുന്നത് അഗെയിൻ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തിങ് ആണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള ക്രിസ്റ്റൽസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ടെമ്പിൾ സ്റ്റോൺസ് ആവാം, അല്ലെങ്കിൽ ബ്രാസ്ലെറ്റ്സ് ആയിട്ടാവാം, ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റോൺസ് നിങ്ങളുടെ അടുത്ത് ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ അതിനെ യൂസ് ചെയ്യണമെങ്കിലും നിങ്ങൾ ആ ഒരു ആകാശിക് ബുക്ക് റെക്കോർഡ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അതിനെ കയ്യിൽ കരുതാവുന്നതാണ് വിത്ത് ദ ഇൻറ്റൻഷൻ. ഇനി അടുത്തായിട്ട് ടാരോ കാർഡ് റീഡിങ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും ഇപ്പോൾ നമ്മൾ ടാരോ കാർഡ് റീഡ് ചെയ്യുമ്പോൾ നമുക്കൊക്കെ അറിയാം ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ടാണ് റീഡ് ചെയ്യുന്നത് അല്ലേ. ഒരു ഗൈഡൻസ് വേണമെന്നായിരിക്കാം, ഈ ബ്ലോക്കേജ് എന്താണെന്ന് അറിയാനായിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് നടക്കുമെന്നായിരിക്കാം, ഈ ഒരാൾ എൻ്റെ കാർമിക് ആണോ അല്ലെങ്കിൽ സോൾമേറ്റ് ആണോ എന്നൊക്കെ നോക്കാൻ പല ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ടാരോ കാർഡ് റീഡിങ്ങിനാണ് നമ്മുടെ ആകാശിക് റെക്കോർഡ്സിലേക്ക് പോകുന്നതെങ്കിൽ ആ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ട് ടാരോ കാർഡ്സിനെ ക്ലെൻസ് ചെയ്തിട്ട് കയ്യിൽ കരുതാവുന്നതാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഇവോക്ക് ചെയ്യേണ്ടത്? സിമ്പിൾസിനെയൊക്കെ ആണെങ്കിലും നമ്മൾ ആദ്യത്തെ ലെവലിൽ പഠിച്ചപ്പോൾ നമുക്കറിയാം നമ്മളെപ്പോഴും ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് വളരെ ക്ലിയർ ഇൻറ്റൻഷൻ ആയിരിക്കണം ആകാശിക് ബുക്ക് റെക്കോർഡ്സിലേക്ക് പോകുമ്പോഴെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ അടുത്ത് പ്രൊട്ടക്ഷനും ഷീൽഡിങ്ങും ചോദിക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക, നമ്മളുടെ മുമ്പിലുള്ള ഒരു ബുക്കിൽ ഇൻറ്റൻഷൻ എഴുതുക. ഒത്തിരി എന്താ പറയുന്ന ഒരു ഇംബാലൻസ്ഡ് എനർജിയിൽ ഒരിക്കലും നമ്മൾ റീഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടത്തില്ല, മൈൻഡ് ഓറിയൻറ്റഡ് ആണോ എന്നൊരു പേടി തോന്നും, ഒരു ഡൗട്ട് തോന്നും. അതല്ലാണ്ട് നമുക്ക് ആക്സസ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. ബേസിക്കായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒത്തിരി അതർ എനർജീസുമായിട്ടൊക്കെ ഇൻട്രാക്ട് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ കുറച്ചൊന്ന് നമ്മുടെ ഓൺ എനർജീനെ ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തിട്ട് ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒരു 3 തൊട്ട് 5, 7, 9 പ്രാവശ്യമൊക്കെ ഡീപ്പായിട്ട് ചെയ്യുമ്പം നമ്മളുടെ എനർജി ക്ലെൻസ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ആകാശിക് ബുക്ക് റെക്കോർഡ്സ് ലൈബ്രറിയിലേക്ക് എൻ്റർ ആവാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ കാര്യം. അത് കഴിഞ്ഞിട്ട് പീസ്ഫുള്ളായിട്ടൊരു പ്ലേസിൽ ഇരുന്നിട്ട് ഇൻറ്റൻഷൻ എഴുതുക. എനിക്ക് എന്താണ് അറിയേണ്ടത്? അതിപ്പം എൻ്റെ കാര്യമാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യമാണെങ്കിലും. ആൻഡ് ഇവിടെ നമ്മൾ ഹീലിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റ് ആകാശിക് റെക്കോർഡ്സിൽ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവോക്ക് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് ഇൻറ്റൻഷൻ എഴുതുമ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ രേഖീനെയാണ് ഇവോക്ക് ചെയ്യേണ്ടതെങ്കിൽ രേഖീനെ നമുക്കറിയാം, പഠിച്ചവർക്കറിയാം, ഇവോക്ക് ചെയ്യുക. കൈകളിലേക്ക് പാമിലേക്ക് രേഖീനെ സിമ്പിൾസ് ഉപയോഗിച്ച് പാമിലാണ് വരയ്ക്കേണ്ടത്. അതായത് കൈവെള്ളയിലാണ് നമ്മൾ രേഖയുടെ സിമ്പിൾസ് വരയ്ക്കേണ്ടത്. അതല്ല ഇനി ഏഞ്ചലിക് ഹീലിംഗ് ആണെങ്കിൽ അവർക്കും കൈവെള്ളയിൽ വരയ്ക്കുക. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഓരോ ഗുരുക്കന്മാരെങ്ങനെയാണോ പഠിപ്പിച്ചത് അതിൻ്റെ അനുസരിച്ച്. ക്രിസ്റ്റൽ ആണെങ്കിൽ കയ്യിൽ കരുതുക. അതല്ല ഇനിയും ടാരോ കാർഡ്സ് ആണെങ്കിലും ടാരോ കാർഡ്സ് എപ്പോഴും ക്ലെൻസ് ചെയ്യുക. മറ്റുള്ളവരുടെ റീഡിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് ഇനിയൊരു നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് റീഡിങ് എടുക്കുന്നതെങ്കിൽ പോലും ക്ലെൻസ് ചെയ്തിട്ട് വേണം നിങ്ങൾ കയ്യിൽ കരുതാനായിട്ട്. എന്നിട്ട് ആർക്കേഞ്ചൽ മൈക്കലിൻ്റെ പ്രൊട്ടക്ഷൻ ഓൾറെഡി എടുത്ത് നമ്മൾ ഷീൽഡിങ് എടുത്തുകൊണ്ട് ആർക്കേഞ്ചൽ മൈക്കലിൻ്റെ അടുത്തൊന്ന് പ്രൊട്ടക്ഷൻ എടുത്തു. അത് കഴിഞ്ഞ് ആർക്കേഞ്ചൽ മെട്രോട്രോണിൻ്റെ അടുത്ത് ഈ ഒരു ഇൻറ്റൻഷനുമായിട്ട് ഞാൻ വരികയാണ്.
ആൻഡ് എനിക്ക് ഇതിനുള്ള റീഡിങ്ങും ഹീലിങ്ങും എന്ന് നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ അവിടെ പലപ്പോഴും റീഡിങ് വരെ മാത്രമേ നമുക്ക് പെർമിഷൻ കാണത്തുള്ളൂ, പലപ്പോഴും രണ്ടിനും പെർമിഷൻ കിട്ടും. യൂഷ്വലി നമ്മുടെ സോൾ കോൺട്രാക്ട്സ് ഇനിയും നമ്മൾ എന്താ പറയുന്നത്, കണ്ടിന്യൂ ചെയ്യുകയാണ് വിത്ത് ദ എനർജീസ്. വിത്ത് ദ എനർജീസ് എന്ന് ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, മെയിനായിട്ടും നമ്മൾ ഫൊർഗീവ്നെസ് കൊടുത്തിട്ടില്ല ആൾക്ക് എങ്കിൽ നമ്മൾക്ക് ഹീലിങ്ങിന് റെസ്ട്രിക്ഷൻ വരും ആർക്കേഞ്ചൽ മെറ്റട്രോണിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ഇവിടെ ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ഇനി 2 ആർക്കേഞ്ചൽസിനെയും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. ആർക്കേഞ്ചൽ റാഫേലും ആർക്കേഞ്ചൽ സാമുവലുമാണ് ഇവിടെ നമുക്ക് അടുത്ത ലെവൽ, അതായത് 2ാമത്തെ ലെവലിൽ ഹീലിങ്ങിനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആർക്കേഞ്ചൽസ്. അപ്പോൾ 4 ആർക്കേഞ്ചൽസായി. ഈ 2 ആർക്കേഞ്ചൽസിനെയും നമ്മൾ ആദ്യം തന്നെ ഇവോക്ക് ചെയ്യണം ഫോർ ദ ഹീലിംഗ്. എപ്പോഴാണ് ആർക്കേഞ്ചൽ മെറ്റട്രോണിനെ ഇവോക്ക് ചെയ്യുന്ന സമയം തന്നെ ആർക്കേഞ്ചൽ സാമുവലിനെയും ആർക്കേഞ്ചൽ റാഫേലിനെയും ഫോർ ദ ഹീലിംഗ് പേർപ്പസ് ഇവോക്ക് ചെയ്യണം. ആർക്കേഞ്ചൽ സാമുവൽ ആൻഡ് ആർക്കേഞ്ചൽ റാഫേൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ആർക്കേഞ്ചൽ റാഫേൽ ഒത്തിരി കേട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ. ഏറ്റവും കൂടുതൽ നമുക്ക് ഹീലിംഗ് തരുന്നത്, അതായത് നമ്മളുടെ ബാക്ക് സൈഡ് നിന്നുകൊണ്ടായിരിക്കും എപ്പോഴും, ബോഡീൻ്റെ ബാക്ക് സൈഡ്, അതാണ് ഉദ്ദേശിക്കുന്നത് ഹീലിംഗ് തരുന്നത്. ഇവർക്ക് 2 പേർക്കും ഇനിയൊരു ദൗത്യവും കൂടെ ഒരു സോഴ്സ് എനർജിയിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. അതായത് ട്വിൻ ഹാർട്ട്സ് എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ അപ്പർ ഹാർട്ട് ആൻഡ് ലോവർ ഹാർട്ട് എന്ന ഒരു കോൺസെപ്റ്റും കൂടെ ഉണ്ട്. നമ്മളൊക്കെയും ഹീലാവുമ്പോൾ ഗ്രീൻ കളർ ലൈറ്റ് എന്ന് കേൾക്കാറുണ്ട് അല്ലേ? ഹാർട്ട് ചക്രയിൽ ഗ്രീൻ കളർ ലൈറ്റാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ പിങ്ക് കളർ ലൈറ്റും നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടതാണ് ആക്ച്വലി ഹീലായി കഴിയുമ്പം. കാരണം ഗ്രീൻ എന്ന് പറയുമ്പം നമ്മൾ സെൽഫ് ഹീലിങ്ങിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കളറാണ്. നമ്മൾ സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ബീയിങ് ആകുമ്പം, അതിപ്പം ട്വിൻ ഫ്ലെയിംസ് ആണെന്നൊന്നുമല്ല, എല്ലാ സ്പിരിച്വൽ ബീയിങ്സും ഇൻ പെർട്ടിക്കുലറായിട്ടും അൺകണ്ടീഷണൽ ലവ് ആൻഡ് ലൈറ്റ് കൊടുക്കാനായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളെയും അവർക്ക് ഹീൽ ചെയ്തേ പറ്റത്തുള്ളൂ, ഫൊർഗീവ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ സെൽഫ് ഹീലിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ ഗ്രീൻ കളർ ലൈറ്റ് കാണും. ലോകത്തിന് മൊത്തം നമ്മൾ അൺകണ്ടീഷണൽ ലവ് കൊടുക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്കവിടെ ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ നമുക്ക് ലൈറ്റ് കാണാൻ തുടങ്ങും. ആ 2 ലൈറ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്കേഞ്ചൽ റാഫേലും ആർക്കേഞ്ചൽ സാമുവലുമാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു, ഹീലിങ്ങിന് പെർമിഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ മനസ്സിലാക്കുക, നമ്മളവിടെ ഇനിയും ഹാർട്ട് ചക്രയിൽ അവർ തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പെയിനിന് എനർജറ്റിക്കലി ഫൊർഗീവ്നെസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് ആർക്കേഞ്ചൽ മെറ്റട്രോണിനോട് നമ്മൾ പെർമിഷൻ ചോദിച്ചു, അവിടെ ഒരു പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. ദാറ്റ്സ് ഓക്കെ. അവിടെ നമ്മൾ ആർക്കേഞ്ചൽ റാഫേലിനോടും ആർക്കേഞ്ചൽ സാമുവലിനോടും ആ ഒരു ആളുമായിട്ടുള്ള അൺകണ്ടീഷണൽ ലവിനെ ഇവോക്ക് ചെയ്യാനായിട്ട് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ മെമ്മറീസ് ഹാർട്ട് ചക്രയിൽ എവിടെയാണോ ഉള്ളത് അതിനെ ഹീൽ ചെയ്ത് തരിക എന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇവിടെ വരെ. അപ്പോൾ ഇവിടെ നമ്മൾ സോൾ കോൺട്രാക്ട് ആക്സസ് ചെയ്തോ അല്ലെങ്കിൽ അവിടെ ഇൻ പെർട്ടിക്കുലറായിട്ട് സോൾ എഗ്രിമെൻറ്റിനെ ആക്സസ് ചെയ്ത് ഹീലിംഗ് കൊടുത്തോ എന്നുള്ളതല്ല. ആദ്യം നമ്മൾ ഹീൽ ചെയ്യുന്നത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഫൊർഗീവ്നെസ്, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ചക്രയിൽ എനർജറ്റിക്കലി നമ്മൾ അവരുടെ മുകളിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു എനർജീനെ നമ്മൾ റിലീസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം റീഡ് ചെയ്യാൻ നമുക്ക് പെർമിഷൻ ഉള്ളതുകൊണ്ട് റീഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ആർക്കേഞ്ചൽസിനോട്, ആർക്കേഞ്ചൽ റാഫേലിനോടും ആർക്കേഞ്ചൽ സാമുവലിനോടും ഹീൽ ചെയ്യാനായിട്ട് പറയുക. ഹീൽ ചെയ്യാൻ പറയുമ്പം ഓബിയസ്ലി നമുക്കത് ക്രൗൺ ചക്രയിൽ നിന്നും 3rd ഐ ചക്രയിലൂടെ, ത്രോട്ട് ചക്രയിലൂടെ ഹാർട്ട് ചക്രയിലേക്ക് ഗ്രീൻ കളർ ലൈറ്റ് ആദ്യം നമുക്ക് കാണാം, സെൽഫ് ഹീലിംഗ്. അത് കഴിഞ്ഞ് പിങ്ക് കളർ ലൈറ്റ് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലൈറ്റ് നമുക്ക് ഓൾറെഡി അറിയാം, ഇതിങ്ങനെ സ്പ്രെഡായിട്ട്, അതായത് നമ്മളിലേക്ക് പ്രവഹിച്ചിട്ട് ഈ ഒരു ലൈറ്റ് നമ്മളിൽ നിന്നും വെളിയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ആക്ച്വലി ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ. ഇനി ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഹെവി ആയിട്ട് എന്തെങ്കിലും ഇൻറ്റൻസ് ഇമോഷൻസ് ആണ് നിങ്ങൾ സ്റ്റിൽ കീപ്പ് ചെയ്യുന്നതെങ്കിൽ ഒരു പേർജിങ് ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഈ പറഞ്ഞ ആളുമായിട്ടുള്ളതെന്ന് വിചാരിച്ചോളൂ. ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മേ ബി സർഫേസിൽ വരുന്നതാണ് ആ സമയത്ത്. അതായത് നിങ്ങൾക്ക് വിഷ്വൽസ് ആയിട്ട് വരാം, നിങ്ങൾക്ക് എഴുതിയ പോലെ ഒക്കെ
നമുക്കറിയാമല്ലോ ആകാശിക് റെക്കോർഡ്സ് റീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡൗൺലോഡ്സ് ആയിട്ടൊക്കെയും വരുന്നതാണ്. ഇതൊക്കെ നോട്ട് ഡൗൺ ചെയ്യുക. ആ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിനെ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഫീൽ ആയതെന്ന്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ പോലെ അതർ ഹീലിംഗ് മൊഡാലിറ്റീസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ രേഖ ആണെങ്കിൽ രേഖയിൽ പെർട്ടിക്കുലർ സിമ്പിൾസ് ഉണ്ട്. നമുക്ക് ഇമോഷണൽ ഹീലിങ്ങിനുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇങ്ങനെ ഓരോ സിമ്പിൾസ്, അതാത് സിമ്പിൾ നമുക്ക് ഉപയോഗിച്ച് ഹാർട്ട് ചക്രനെ ഹീൽ ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു ഇമോഷണൽ ഹീലിംഗ് ആണ് നമുക്ക് ഹാർട്ട് ചക്രയിൽ വേണ്ടത്. അതുകൊണ്ട് ആ റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല പ്രൊട്ടക്ഷൻ ആണ് വേണ്ടെങ്കിൽ ആ പ്രൊട്ടക്ഷൻ കൊടുക്കാവുന്നതാണ്. ഇനി ഇവിടെ വരെ ഒരു സൈക്കിൾ പറഞ്ഞു. അത് കഴിഞ്ഞ് കോഡ് കട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ഒരു സെഷനിൽ നമ്മൾ മെഡിറ്റേഷനായിട്ട് ചെയ്യിപ്പിക്കാതെ ലൈവിൽ. ഓക്കെ, ഇവിടെ വരെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ടാരോ കാർഡ് വായിക്കുന്നവരെങ്ങനെയാണ്? ടാരോ കാർഡ് ഈ പറഞ്ഞ പോലെ ക്ലെൻസ് ചെയ്യാൻ പറഞ്ഞു. ഇൻറ്റൻഷൻ എഴുതുക. ഇപ്പം 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ 2-3 ക്വസ്റ്റ്യൻസ് എഴുതുക. ആദ്യം ടാരോ കാർഡ് യൂസ് ചെയ്യുന്നവരോട് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ആദ്യം സെൽഫായിട്ട് ചെയ്യാനായിട്ട് പഠിക്കുക. കാരണം മറ്റുള്ളവരുടെ എനർജിയും കൂടെ നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പം കുറച്ചൊന്ന് കൺഫ്യൂഷൻ നമുക്ക് വരാം, ഒരു സെൽഫ് എർത്ത് ഇഷ്യൂസ് വരാം. കാരണം ഇത് സത്യമാണോ തെറ്റാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാച്ചുറലാണ് നമ്മൾ ഇനിഷ്യൽ റീഡിങ് ചെയ്യുമ്പോൾ, ഇനിഷ്യൽ ഹീലിംഗ് ചെയ്യുമ്പോൾ. അപ്പോൾ സെൽഫായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നും നിങ്ങൾ ലൈബ്രറിയിലേക്ക് പോകുമ്പം ടാരോ കാർഡ് കരുതുക, ഒരു ഗൈഡൻസ് ചോദിക്കുക. അങ്ങനെയൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷൻ എഴുതി കഴിഞ്ഞിട്ട് ഡീപ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഈ ടാരോ കാർഡ്സ് അവിടെ സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ തന്നെ ഷഫിൾ ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് 1, 2, 3 കാർഡ്സ് എടുക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ടാരോ കാർഡ് അവിടെ ഷഫിൾ ചെയ്ത് എടുക്കാൻ നമ്മൾക്ക് മേ ബി പറ്റുന്ന ഒരു ഇതായിരിക്കില്ല. നമ്മൾ അത്രയും ഡീപ്പായിട്ടുള്ളൊരു മെഡിറ്റേഷനിലൊക്കെ ആണെങ്കിൽ സ്പ്രെഡ് ചെയ്ത് വെക്കുക. സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ 1, 2, 3 കാർഡ്സ് പിക്ക് ചെയ്തിട്ട് റീഡ് ചെയ്യുക, എഴുതിയിട്ട് അവിടെ ഹീലിംഗ് വേണമെങ്കിലും നിങ്ങൾക്ക് ആർക്കേഞ്ചൽസിനെ ഇവോക്ക് ചെയ്യാവുന്നതാണ്. പെർട്ടിക്കുലർ ആയിട്ടുള്ള കോഡ് കട്ടിംഗ് ആണെങ്കിൽ അത് നമ്മൾ നാളെ പഠിക്കും. പ്രോപ്പറായിട്ട് ഒരു എന്താ പറയുന്ന ഒരു ഇഷ്യൂ ടു ഇഷ്യൂ എങ്ങനെയാണ് ഹീൽ ചെയ്യുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ ബുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇന്നലെ, അതായത് സെക്കൻഡ് ലോട്ടസ് മെഡിറ്റേഷൻ ലെവലിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബുക്ക് യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യണം. ക്ലോസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഓൾറെഡി നിങ്ങളുടെ റൂട്ട് ചക്രയിലായിരിക്കും പിന്നെയും വന്ന് കിടക്കുന്നത്. പക്ഷേ മറ്റുള്ള 3 മെത്തേഡ്സിൽ നിങ്ങൾ ബുക്ക് ഓപ്പൺ ചെയ്യുകയും വേണം, ബുക്ക് ക്ലോസ് ചെയ്യുകയും വേണം. ക്ലോസ് ചെയ്തിട്ട് വേണം നിങ്ങൾ തിരിച്ചു പോരാനായിട്ട്. അപ്പോൾ മേ ബി ഇവിടെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഹീലിംഗ് നടക്കണമെന്നില്ല. മേ ബി ഇവിടെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടണമെന്നുമില്ല. അപ്പോൾ ആദ്യം നമുക്ക് പേർജിങ് ഒക്കെ ഭയങ്കരമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും ഈ ഒരു ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുന്നതാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്നർ ചൈൽഡിനെ എങ്ങനെയാണ് ഹീൽ ചെയ്യുന്നത്? നമ്മൾ ആകാശിക് റെക്കോർഡ്സിലേക്ക് ഇതേ ഇൻറ്റൻഷൻ വെച്ച് പോകുന്നു. നമ്മളുടെ ആ ഒരു ബുക്ക് ഓപ്പൺ ചെയ്യുന്നു. അവിടെ കിട്ടുന്ന ഒരു ഇഷ്യൂ കാണും. നമ്മൾക്ക് ഇന്നർ ചൈൽഡ് ഇഷ്യൂ കാണും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ലോൺലിനെസ് ഒത്തിരി കാണും. സ്പിരിച്വൽ അവേക്കണിങ്ങിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എക്സ്ട്രീം ലെവലിൽ, അതായത് ഞാൻ ഓഡ് വൺ ഔട്ടാണ്, ഈ ഒരു സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു ഫീലിംഗ് അവേക്കനിങ്ങിന് മുമ്പ് തൊട്ട് കുഞ്ഞുനാളിലെ തൊട്ടൊക്കെ അനുഭവിച്ച് വരുന്നവരായിരിക്കും. ഇതിൻ്റെ കോർ റീസൺ കിടക്കുന്നത് പ്രോബബ്ലി അത് പാസ്റ്റ് ലൈഫിൽ നിന്നായിരിക്കും. അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് നിങ്ങൾ അവിടെ പോകുമ്പോൾ മേ ബി ഈ ജന്മത്തിലെ ഇന്നർ ചൈൽഡിനെ നിങ്ങൾ കാണണമെന്നില്ല. ഏതെങ്കിലും ഒരു ജന്മത്തിലെ ഇന്നർ ചൈൽഡ് ആയിരിക്കും നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത്. അവിടെ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ ആ ഒരു കുഞ്ഞ് നമ്മളുടെ വേർഷനെ, കാരണം നമ്മൾ ഈ ബോഡി എന്ന് പറയുന്നതേ മാറ്റുന്നുള്ളൂ, സോൾ എന്ന് പറയുന്നത് ഒന്നാണ് അല്ലേ. അപ്പോൾ ഇത് ഏത് ബോഡിയിലാണെന്നുള്ള റെക്കഗ്നൈസേഷൻ നമുക്ക് ആവശ്യമില്ല. അവിടെ ഹീലിംഗ് ആവശ്യമുള്ളത് കൊണ്ടാണ് ആ ഒരു ഇന്നർ ചൈൽഡ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് എന്ന് മനസ്സിലാക്കുക, ആദ്യത്തെ കാര്യം. ആൻഡ് ഇവിടെ അങ്ങനെ നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് പോകുമ്പോൾ നമ്മൾക്ക് ആ ഒരു നിമിഷം ഏറ്റവും കൂടുതൽ ഹീലിംഗ് വേണ്ട ബ്ലോക്കേജിൻ്റെ കോർ റീസണിലേക്കായിരിക്കും നിങ്ങൾ അവിടെ കണക്റ്റ് ആവുന്നത്. വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ് അവിടെ ഹീലിംഗ് കൊടുക്കുക.
അവിടെ നിങ്ങൾക്ക് റേഖി വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ല നമ്മളുടെ ആർക്കേഞ്ചൽ സാമുവലിനെയും ആർക്കേഞ്ചൽ റാഫേലിനെയുമാണ് നിങ്ങൾ ഇവോക്ക് ചെയ്യുന്നതെങ്കിൽ ഇവോക്ക് ചെയ്യാം. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എങ്കിൽ ഏഞ്ചൽസിനെ ഇവോക്ക് ചെയ്തിട്ട് ആ ഒരു ഇഷ്യൂവിൻ്റെ കോറിലേക്ക് കണക്റ്റായി അവിടെ ഹീലിംഗ് തരാനായിട്ട് പറയുക. ആ ഹീലിങ്ങിനെ ഫീൽ ആകുക. അതായത് ഡീപ്പ് മെഡിറ്റേഷനിൽ പോയിട്ട് എൻ്റെ ഹാർട്ട് ചക്രയാണോ ഹീലാവുന്നത്, എൻ്റെ സോളാർ പ്ലെക്സിസ് ആണോ, എനിക്ക് എവിടെ പെയിൻ വരുന്നു, ഇതൊന്നും ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ ജസ്റ്റ് ഫീൽ ആവുക. അവിടെ നിന്നൊക്കെ എനർജി റിലീസ് ആവുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ആകും. ആൻഡ് അത് കഴിയുമ്പോൾ ആ ബുക്ക് ക്ലോസ് ചെയ്യുക. ഇനി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കോഡ് കട്ടിങ് വേണമെങ്കിലും അത് നാളെ നമ്മൾ ഇനിയൊരു സെഷനിലൂടെ നമ്മൾ പഠിക്കുന്നതാണ്. അതായത് ആ ഒരു ഇന്നർ ചൈൽഡിനോട് പെയിൻഫുൾ മൊമെൻറ്റ്സ് കൊടുത്ത ആ ഒരു ആത്മാവ് പോയി കഴിഞ്ഞ ജന്മത്തിലുള്ള അതേ ആൾ ഈ ജന്മത്തിൽ നമുക്ക് വന്നിട്ടുണ്ടാവാം വേറൊരു രൂപത്തിൽ. അവിടെ നമ്മളുടെ ഒരു ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മളുടെ അച്ഛനായിട്ടോ അമ്മയായിട്ടോ സിബ്ലിങ്സ് ആയിട്ടോ ഒക്കെ അവരുമായിട്ട് എങ്ങനെയാണ് കോഡ് കട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കോഡ് കട്ടിങ്ങിലൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നും പോകുമ്പോൾ ഒരു 2 മിനിറ്റ് നമ്മളുടെ ഇന്നർ ചൈൽഡിലേക്ക് കണക്റ്റ് ആവുക, 5 മിനിറ്റ് എടുക്കുക, കണക്റ്റ് ആവുക. അവിടെ ഇൻറ്റൻഷൻ എന്താ കൊടുക്കണ്ടേ? ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ എൻ്റെ അൺഹീൽഡ് ആയിട്ടുള്ള ഇന്നർ ചൈൽഡിലേക്ക് എന്നെ കണക്ട് ചെയ്ത് അവിടെ ഹീലിംഗ് തരണമേ എന്നുള്ള ഒരു ഇൻറ്റൻഷൻ ആയിരിക്കും നമ്മളവിടെ കൊടുക്കുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ആൻസെസ്ട്രൽ ഹീലിംഗ്. അടുത്തത് ആൻസെസ്ട്രൽ ഹീലിംഗ് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, പിതൃദോഷം അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കണിങ്ങിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫാമിലീസിൽ ഡിസ്ഫങ്ഷണൽ ഫാമിലീസ് ആയിരിക്കും. അതായത് ഒത്തിരി പ്രശ്നങ്ങളുള്ള ഫാമിലീസ്. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ വളരെ കാമായിട്ട് ക്വയറ്റായിട്ടൊക്കെ ഉള്ള ഫാമിലീസ് ആയിരിക്കാം. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു കേഴ്സസ് ഉള്ളതുപോലെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർലി അവിടെ ആ ഒരു ലീനേജിലുള്ള ആത്മാക്കൾ, അതായത് പിതൃക്കൾക്ക് മോക്ഷം കിട്ടാതെ ഉള്ളവർക്ക് മോക്ഷം നമ്മളുടെ ലൈറ്റിലൂടെ നമ്മൾ ആ ഒരു മോക്ഷത്തിൻ്റെ പാത, ലിബറേഷൻ്റെ പാത കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ പർപ്പസുകളിൽ ഒന്നാണ്. ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് സോൾ പർപ്പസ് എന്താണെന്ന്. ഇതൊക്കെ നമ്മളുടെ പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ആകാശിക് റെക്കോർഡ്സിൽ പോകുമ്പം നമ്മൾ ആൻസെസ്ട്രൽ ഹീലിങ്ങിനാണ് നമ്മൾ ഇൻറ്റൻഷൻ കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ഇൻറ്റൻഷൻ, ആൻസെസ്ട്രൽ ഹീലിങ്ങിൻ്റെ ഇൻറ്റൻഷൻ കൊടുക്കുക. നിങ്ങൾ പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും മറന്നു പോകാതെ എടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ആർക്കേഞ്ചൽ മൈക്കിളിനോട് പ്രൊട്ടക്ഷനും ഷീൽഡിങ്ങും ചോദിക്കുക. നിങ്ങളെ ഒരു ബബിളിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അതായത് ബബിൾ എന്ന് പറയുന്നത് എഗെയിൻ വൈറ്റ് കളർ ആവാം, ഗോൾഡൻ കളർ ആവാം, ബ്ലൂ കളർ ആവാം, വയലറ്റ് കളർ ആവാം. അതൊക്കെ നിങ്ങളുടെ ആ ഒരു ചക്രാസ് എവിടെ വരെ നിങ്ങൾ ബാലൻസ്ഡ് ആണ്, എത്രത്തോളം നിങ്ങൾ കണക്റ്റഡ് ആണ് ഹയർ സോഴ്സുമായിട്ട്, അതിൻ്റെ ഒക്കെ അനുസരിച്ചാണ് കളേഴ്സ് വരുന്നത്. അപ്പോൾ ഏത് കളറാണെങ്കിലും നിങ്ങൾ എല്ലായ്പ്പോഴും ആ ഒരു ബബിളിൽ നിങ്ങളെ വിഷ്വലൈസ് ചെയ്യാം. ഒരു പക്ഷേ രേഖയൊക്കെ അറിയാവുന്നവർക്ക് ആ ബബിളിനും നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ സിമ്പിൾ കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഇൻറ്റൻഷൻ ആർക്കേഞ്ചൽ മെറ്റട്രോണിന് കൊടുക്കുക. ആൻഡ് അവിടെ തന്നെ നിങ്ങൾ ആർക്കേഞ്ചൽ റാഫേലിനെയും ആർക്കേഞ്ചൽ സാമുവലിനെയും ഇവോക്ക് ചെയ്യുക. ദെൻ നിങ്ങൾ ലൈബ്രറിയിൽ എത്തിക്കഴിയുമ്പം അവിടെ നിങ്ങളുടെ ബുക്ക് ഓപ്പൺ ചെയ്യുക. ഐ ഓപ്പൺ മൈ ബുക്ക്. അതെന്താണ്? എൻ്റെ പേര് ഉപയോഗിക്കുക. അവിടെ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ബുക്കല്ലേ, എൻ്റെ ആകാശിക് റെക്കോർഡ്സ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഇൻറ്റൻഷൻ കൊടുത്തിരിക്കുന്ന ആൻസെസ്ട്രൽ ഹീലിംഗ് ആണ്. സോ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് വിഷ്വലൈസേഷനിൽ മാക്സിമം ആൾക്കാർക്ക് വരുന്നത് എഗെയിൻ ഇറ്റ് ഡിപ്പെൻസ് ആണ് കേട്ടോ, ഇങ്ങനെ തന്നെ വരണമെന്നൊന്നുമില്ല. ഒത്തിരി സോൾസ് ഇങ്ങനെ ബഞ്ച് ഓഫ് സോൾസ് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇവിടെ പിന്നെ ആർക്കേഞ്ചൽ മൈക്കിളിനെ ഇവോക്ക് ചെയ്യുക നിങ്ങൾ ഒരു ബബിളിലാക്കാനായിട്ട് ഇവരെയെല്ലാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒത്തിരി സോൾസിനെ നിങ്ങൾക്ക് കാണാം. അതായത് നിങ്ങളുടെ ആ ഒരു ലീനേജിൽ ആർക്കൊക്കെ മോക്ഷം നിങ്ങളുടെ ത്രൂ വരണോ ആ സോൾസൊക്കെയും തീർച്ചയായിട്ടും അവിടെ വരും. ബബിളിലാക്കാനായിട്ട് ചോദിക്കുക. ആൻഡ് അവിടെ നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം, ഹഗ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം കുറച്ച് ആൾക്കാർ അവരുടെ ഗ്രാൻഡ് പേരൻസിനോടൊക്കെയും ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം അവർ മരിക്കുകയൊക്കെ ചെയ്ത് ഒരു എന്താ പറയുന്നത്, അൺസ്പോക്കൺ ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചൊക്കെ പറയണമെങ്കിൽ പറയാം. അതല്ല നിങ്ങൾക്ക് ഒന്നുമില്ല എങ്കിൽ അവരെ ആ ഒരു ബബിളിലാക്കി തരാനായിട്ട് ആർക്കേഞ്ചൽ മൈക്കിളിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് ഒരു ബബിളിൽ അവരുള്ളതായിട്ട്. ആൻഡ് ഈ ബബിളിൽ വന്ന് കഴിയുമ്പം ഇൻ പെർട്ടിക്കുലറായിട്ട് നിങ്ങളുടെ ആൻസെസ്ട്രൽ ഹീലിങ്ങിൽ ഏതെങ്കിലും തരത്തിലുള്ള കർമ്മ നിങ്ങൾ പെൻഡിങ് ആയിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ
പർട്ടിക്കുലർലി അവിടെ എഴുതി കാണിക്കും, അല്ലെങ്കിൽ സിമ്പിൾസ് ആയിട്ട് വരും, അല്ലെങ്കിൽ റീഡിങ്ങിൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ വിഷ്വലൈസേഷനിൽ കിട്ടും. അതുകൊണ്ടാണ് എപ്പോഴും ഒരു ബുക്കും പേനയും കരുതുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും ഓർമ്മ കാണത്തില്ല. ഇപ്പം അത് ഔട്ട് ഓഫ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് വേണ്ടി പോകുവാണെങ്കിൽ പലപ്പോഴും എനിക്ക് ഓർമ്മ കാണത്തില്ല. ബുക്കും പേനയും ഒന്നും കരുതുന്ന ഒരു സ്വഭാവം ഇതിനു മുമ്പ് എനിക്ക് വേണ്ടി ഇല്ലായിരുന്നു. മറ്റുള്ളവർ റീഡ് ചെയ്യുമ്പോൾ ഞാൻ എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത് കൃത്യമായിട്ടും കരുതി വരുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടാറുണ്ട് ഞാൻ റീഡിങ്ങിന് പോയ കാര്യങ്ങളിൽ. അപ്പോൾ ബുക്കും പേനയും കരുതുക. അവിടെ പെർട്ടിക്കുലറായിട്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ കുടുംബ വീട് ഇരിക്കുന്നിടത്ത് എന്തെങ്കിലും ദോഷങ്ങൾ, കുടുംബക്ഷേത്ര റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ പരദേവതകളെന്ന് പറഞ്ഞ് എല്ലാവർക്കും കാണണമെന്നല്ല, ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണല്ലോ. പിന്നെ ഈ നാഗദേവതകൾ, അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് നമുക്ക് ആകാശിക് റെക്കോർഡ്സ് ത്രൂ റീഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, കാവ് റിലേറ്റഡ് ആയിട്ട് ഉപദേവതകളെ പ്രതിഷ്ഠിക്കണം, ഇങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ കാണും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സഡൻലി നിങ്ങളുടെ ഇൻഡ്യൂട്ടീവ് തേർഡ് ഐയിലേക്ക് കണക്റ്റായി ഡൗൺലോഡ്സ് വരികയാണെങ്കിൽ ഒരിക്കലും അതിനെ സംശയിക്കരുത്. മേ ബി നിങ്ങളുടെ വീട്ടിൽ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത കാര്യമായിരിക്കാം. അതേപോലെ തന്നെ ഈ ഒരു കാര്യത്തിലേക്ക് കണക്റ്റായി നിങ്ങളുടെ ആൻസിസ്ട്രൽ കർമ്മ കിടപ്പുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 4 ജനറേഷൻസ് മുമ്പുള്ള ആരെങ്കിലും ആയിരിക്കും നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു പരദേവതയുടെ അമ്പലമൊക്കെ ഉണ്ടായിരുന്നു, അവിടെ പൂജയൊന്നും ചെയ്യാതെ അതിങ്ങോട്ടിങ്ങ് നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വന്ന് ആർക്കും അറിയത്തില്ല അല്ലേ. ഇവിടെ ഈ ഒരു ജനറേഷൻ വന്നപ്പോഴത്തേക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ അത് റിവീൽ ചെയ്ത് തരുന്നത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സാണ്. ഇവിടെ ഈ ഒരു പ്രശ്നം കിടപ്പുണ്ട്, ഇതിനെ ക്ലിയർ ചെയ്യാനുണ്ടെന്ന് പറയുന്നത് അവർ ആ ബബിളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ആക്ച്വലി അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുകയാണ് അല്ലേ. ആൻഡ് ആ കാര്യം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അറിഞ്ഞറിയാതെ ആ ലിബറേഷൻ വരും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഗൈഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, അത് സെൻറ്റൻസുകളായിട്ട്, വേർഡ്സ് ആയിട്ട്, സിമ്പിൾസ് ആയിട്ട്, ഡൗൺലോഡ്സ് ആയിട്ട്, വിഷൻസ് ആയിട്ടൊക്കെയും വരുന്നുണ്ടെങ്കിൽ അതിനെ വിശ്വസിക്കുക, നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് ഈ ബബിളിലുള്ള എല്ലാ ആത്മാക്കളും, അതിൽ പലരും നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടായിരിക്കാം, അറിയാൻ വയ്യാത്തവരുണ്ടായിരിക്കാം, ഒക്കെയും കാണും. അവരോടൊക്കെയും താങ്ക് യു പറയുക. കാരണം ആ ഒരു ലീനേജിൽ വന്നിട്ട് നിങ്ങൾ ഈ ഒരു യാത്രയെ, സോളിൻ്റെ യാത്രയെ, ആത്മാവിൻ്റെ ഈ ഒരു യാത്രയെ ചോസ് ചെയ്ത് അവരുടെ കർമ്മങ്ങളിലൊക്കെയും ക്ലെൻസ് ചെയ്ത്, അതായത് ആ ഒരു ജനറേഷണൽ കേഴ്സസ് ആണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്, ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളും ക്ലെൻസ് ചെയ്യുകയാണ് അല്ലേ. നിങ്ങളുടെ ആ ഒരു ലിബറേഷൻ അല്ലെങ്കിൽ മോക്ഷത്തിൻ്റെ പാതയിൽ ഒരു ചുവടുകൂടെ മുമ്പോട്ട് പോകാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണ്. അതിന് താങ്ക്ഫുള്ളായിട്ട് താങ്ക് യു പറയുക. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം സ്പിരിച്വൽ അവേക്കണിങ്ങിലുള്ളവർക്ക് പലർക്കും പല ജന്മങ്ങൾ കാണും. ട്വിൻ ഫ്ലെയിംസിലാണെങ്കിലും അവർ ഈ ജന്മത്തിൽ ഈ ഒരു ജേർണീനെ കംപ്ലീറ്റ് ചെയ്താൽ കഴിഞ്ഞു, അല്ലെങ്കിൽ പിന്നെയും റീബേർത്ത് എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് വരേണ്ടി വരും. അപ്പോൾ ആ ഒരു ഫ്യൂച്ചർ ടെൻസിലാണെങ്കിലും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഡിവിജ്വൽ കർമ്മ ആ ഓരോ സോളുമായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയും ഈ ഒരു നിമിഷം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആകാശിക് റെക്കോർഡ്സിൽ താങ്ക് യു പറയുക, സോറി പറയുക. ഇവിടെ ഹോപ്പോണോപ്പോണോയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് അത് ഒരു പക്ഷേ നിങ്ങൾക്കത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് 4 സെൻറ്റൻസുകളാണ്. ഐ എം സോറി, അറിയാമല്ലോ, അത് താങ്ക് യു, ഐ താങ്ക് യു, പ്ലീസ് ഫർഗീവ് മീ, ഐ ലവ് യു. ഈ ഒരു 4 സെൻറ്റൻസുകൾ നിങ്ങൾ കളക്റ്റീവായിട്ട് അവിടെ കൊടുക്കുകയാണ്, ഇൻഡിവിജ്വൽ ആയിട്ടല്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഏതെങ്കിലും ഒരു സോൾ മുമ്പിൽ ഇമോഷണലി നിങ്ങളിലേക്ക് കണക്റ്റ് ആവാൻ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഇമോഷണലി കണക്റ്റ് ആവരുത്. ഒരു ആസ് ആൻ ഒബ്സർവർ നിങ്ങൾ കാണുക. അതായത് നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇമോഷണലി ആ ഒരു സോളുമായിട്ട് അറ്റാച്ച് ആവാനല്ല, അവിടെ ഹീലിംഗ് കൊടുക്കുകയാണ് അല്ലേ. ആ ഒരു രീതിയിൽ ആ കാര്യങ്ങളെ എടുക്കുക, ഹീലിംഗ് കൊടുക്കുക. ആൻഡ് ഈ ബബിളിലുള്ള എല്ലാ സോൾസും യൂണിവേഴ്സിലേക്ക്, അതായത് ആ ഒരു ലൈബ്രറീൻ്റെ വൈറ്റ് ലൈറ്റിലേക്ക് മേർജ് ആവുന്നത് നിങ്ങൾ കാണുക, വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് സോൾസ് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം പോകാൻ, കുറച്ച് സോൾസ് ഹാപ്പിയോടെ പോകുന്നുണ്ടായിരിക്കാം, കുറച്ച് സോൾസ് ഇമോഷണലി കുറച്ചൊന്ന് ഡിസ്റ്റർബ് ആയിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ നമ്മൾ ഈ ഹീലിംഗ് കൊടുക്കുമ്പോൾ അവർക്കത് വിട്ട് അടുത്ത അവരുടെ ബർത്തിലേക്കായിരിക്കാം, അടുത്ത അവരുടെ സോളിൻ്റെ ടാസ്കിലേക്ക്, പേർപ്പസിലേക്ക് അവർക്ക് കണക്റ്റ് ആയേ പറ്റത്തുള്ളൂ, അവർക്ക് പോയേ പറ്റത്തുള്ളൂ. സോ ഈവൻ അവരിനിയൊരു റീബർത്തിലുള്ളവരാണെങ്കിൽ പോലും സഫറിങ്സിലായിരിക്കും. ഈ ഹീലിംഗ് കൊടുക്കുന്നതുകൊണ്ട് ആ സോൾസ് ആ ഒരു സഫറിങ്സിൽ നിന്നും, അതായത് അവരുടെ സോളിൻ്റെ ബാഗേജിനെ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്.
അവരുടെ ആ ഒരു കർമ്മങ്ങളിലേക്ക് അവർ ഈസി ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് എല്ലാ സോൾസിൻ്റെ ഹയസ്റ്റ് ഗുഡിനായിട്ട് ഇവിടെ ഞാൻ ഹീലിംഗ് കൊടുക്കുന്നു എന്നായിരിക്കണം നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ വരേണ്ടത്. അപ്പോൾ ഈ ആൻസെസ്ട്രൽ ഹീലിംഗ് എത്ര നാൾ ചെയ്യണമെന്നുള്ളത് എഗെയിൻ ഓരോ ജേർണിയിലും അവരവരുടെ കർമ്മങ്ങൾ അനുസരിച്ചാണ്. എങ്ങനെ നമുക്കറിയാമെന്ന് പറഞ്ഞാൽ, നമ്മളിത് പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഒരു 11 days അല്ലെങ്കിൽ 21 days എന്നും നിങ്ങൾ പോയി അവിടെ ഹീലിംഗ് കൊടുക്കുമ്പം നിങ്ങൾക്ക് ആ ഒരു ബബിളിലുള്ള ആത്മാക്കൾ കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇന്നൊരു 100 പേരുണ്ടെങ്കിൽ നാളെ ഒരു 70 മെമ്പേഴ്സേ വരത്തുള്ളൂ നമ്മൾ ഇവോക്ക് ചെയ്യുമ്പോൾ, പിന്നെ ഒരു 50 മെമ്പേഴ്സ്, പിന്നെ ഒരു 10 മെമ്പേഴ്സ്, അങ്ങനെയാണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിളിനോട് പിന്നെയും കോഡ് കട്ടിങ് നാളെ നമുക്ക് ഇനിയൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. കോഡ് കട്ടിങ് ചെയ്യാനായിട്ട് ചോദിക്കുക. ഓർ എൽസ് നിങ്ങൾക്ക് കോഡ് കട്ടിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന് സെൻസ് ആവുന്നെങ്കിൽ, കോഡ് കട്ടിങ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള എനർജീസുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇവിടെ കോഡ് കട്ടിങ് ചോദിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആർക്കേഞ്ചൽ സാമുവലിനെയും ആർക്കേഞ്ചൽ റാഫേലിനെയും വിളിച്ചിട്ട് ഹീലിംഗ് ചോദിക്കുക. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എനർജി, ഇമോഷണൽ എനർജി സ്റ്റിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കും മെയിൻലി ഇവിടെ കാണുന്നത്. ഗ്രാൻഡ് പേരൻസിനോട്, ഒരു പക്ഷേ പേരൻസ് ഒക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പേരൻസ്, ഒരു പക്ഷേ ഒരു സഡൻ ഡെത്ത് സിബ്ലിങ്സിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെയും. അപ്പോൾ അതൊക്കെയും നമുക്ക് ക്ലെൻസ് ചെയ്യാനും ഹീൽ ചെയ്യാനും കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഈ ഒരു ആകാശിക് റെക്കോർഡ്സിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിപ്പം ഒരു മെഡിറ്റേഷൻ ചെയ്ത് നോർമൽ ഗൈഡഡ് മെഡിറ്റേഷൻ ആയിരിക്കാം, നമ്മൾ നോർമലി ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നതിനേക്കാളും ആകാശിക് റെക്കോർഡ്സിൽ പോയി നിങ്ങൾ ഇങ്ങനെ ഉള്ള ഏത് തരത്തിലുള്ള ഹീലിങ്ങും ചെയ്യാവുന്നതാണ്. ഹീലിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. കാരണം നമ്മളൊരു ഹയർ റിലാമിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ഒരു വൈറ്റ് ലൈറ്റിലായിരിക്കും ചെയ്യുന്നത്. അതായത് ഒരു നെഗറ്റീവ് എനർജീസിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് വളരെ കുറവാണ്. അതേപോലെ തന്നെ വൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പം നമ്മളുടെ ലൈറ്റിലൂടെ മറ്റുള്ള ഇനി എത്ര ലോവർ വൈബ്രേഷനിൽ നിൽക്കുന്ന സോൾസ് ആണെങ്കിലും അവരെ വിളിച്ച് നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ ആ ഒരു ലോവർ വൈബ്രേഷണൽ എനർജിയുടെ എഫക്റ്റ് നമ്മളിലേക്ക് വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. ആൻഡ് ഈ ഒരു ആകാശിക് റെക്കോർഡ്സിൽ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ സോൾ ലെവലിലായിരിക്കും നമ്മൾ ഹീലിംഗ് കൊടുത്ത് മുമ്പോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു ഹീലിംഗ് എന്ന് പറയുന്നത്, ആ ഒരു ഹീലിംഗ് മൊഡാലിറ്റിയിലൂടെ പല ഹീലിംഗ് മൊഡാലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് വളരെയധികം ഹീലിംഗ് കിട്ടുന്നതാണ്. ആൻഡ് എഫക്റ്റ് കൂടുതലായിരിക്കും ബേസിക്കലി പറഞ്ഞാൽ. ഇനി നമ്മൾ ഈ ഒരു സെഷനിൽ ലാസ്റ്റ് കാര്യം പഠിക്കാൻ പോകുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ എങ്ങനെ റീഡ് ചെയ്യാം, ഹീൽ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആകാശിക് റെക്കോർഡ് ലെവൽ 1 3rd മെത്തേഡ് തൊട്ടിങ്ങോട്ട് മറ്റുള്ളവരുടെ റീഡിങ്സ് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെയും വ്യത്യാസമൊന്നുമില്ല. റീഡ് ചെയ്യുന്ന ആളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഫുൾ നെയിമും നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ പലരും പറയും ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല എന്ന് പറയുന്നവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ദാറ്റ്സ് ഓക്കെ. ഫുൾ നെയിം ആൻഡ് അവരുടെ ഒരു ഫോട്ടോ വാങ്ങിക്കുക. സോ ദാറ്റ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ ഒരാളുടെ ഫോട്ടോ ത്രൂ ആ ഒരു എനർജീനെ, ആ ഒരു ഓറേനെ ജസ്റ്റ് ഇംപ്രിൻ്റ് എടുത്തിട്ട് പോവുക. പക്ഷേ മറ്റുള്ളവരെ റീഡ് ചെയ്യുമ്പം എല്ലായ്പ്പോഴും എനർജി പ്രൊട്ടക്ഷൻ മറന്നു പോകാതെ എടുക്കുക, ആദ്യത്തെ കാര്യം. രണ്ടാമത്തേത്, മറ്റുള്ളവരെ റീഡ് ചെയ്ത് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കോഡ് കട്ടിങ് ചെയ്തിരിക്കണം. ഇത്രയുമാണ് ഇതിൽ നമ്മുടെ റീഡിങ് ആൻഡ് ഹീലിംഗ് എടുക്കുമ്പോഴും മറ്റുള്ളവരുടെ റീഡിങ് ആൻഡ് ഹീലിംഗ് എടുക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം. ആൻഡ് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ റീഡിങ് എടുക്കുമ്പോഴും വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലായിരിക്കണം, പീസ്ഫുള്ളായിട്ടുള്ള ഒരു എനർജിയിലായിരിക്കണം നമ്മൾ ഇരിക്കുന്നത്. അതായത് ഹരീബറിയിൽ പോയിട്ട് ആകാശിക് റെക്കോർഡ് റീഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ഇപ്പം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആക്സസ് എപ്പോഴും ഫോഴ്സിബിളി നമുക്ക് കിട്ടാറില്ല, അല്ലേ? ഇപ്പം എൻ്റെയൊക്കെ അടുത്ത് റീഡിങ്ങിന് വരുന്നവരോട് ആകാശിക് റെക്കോർഡിന് മാത്രം ഇന്ന ദിവസം ഞാൻ റീഡിങ് തരാമെന്ന് പറയാറില്ല. 8 to 10 days എന്ന് പറയും. അവർ സറണ്ടർ സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ 10 days നമുക്ക് ആക്സസ് കിട്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ച് മെസ്സേജ് ഇടാറുണ്ട്, നിങ്ങൾ സറണ്ടർ ചെയ്യുക എന്നുള്ള വേയിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കൊരു
റേക്കി ഹീലിംഗ് ആണെന്ന് വെച്ചോളൂ, നമ്മൾ ഡിസ്റ്റൻസ് ഹീലിങ്ങിൽ സിമ്പിൾസ് കൊടുത്ത് ഹീൽ ചെയ്യാൻ പറ്റും. ടാരോ കാർഡ് റീഡിംഗ് ആണെങ്കിൽ ഇന്ന സമയത്ത് ഇരുന്ന് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മളുടെ എനർജറ്റിക് ബ്ലൂ പ്രിൻറ്റിനെ ആക്സസ് ചെയ്ത് അതിലുള്ള എസെൻസ് എടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമായതുകൊണ്ട് ഇതിന് ഫോഴ്സിബിളി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഫോഴ്സിബിളി ചെയ്താലും അത് നമ്മൾ മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കും. സോ അവിടെ ടൈം ആൻഡ് സ്പേസ് ഡിഫൈൻ ചെയ്യാതെ എടുക്കുക, ആദ്യത്തെ കാര്യം. രണ്ടാമത്തേത്, പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ പ്രൊട്ടക്ഷൻ എടുത്തിട്ട് പോകുക. ആൻഡ് മൂന്നാമത്തെ കാര്യം, ഇൻറ്റൻഷൻ വളരെ ക്ലിയർ ആയിരിക്കണം. ഇപ്പം ആകാശിക് റെക്കോർഡ് റീഡിങ്ങും മറ്റുള്ളവർക്ക് ഇപ്പം ചെയ്തു കൊടുക്കുന്ന പല ഹീലേഴ്സും കാണും ഈ ഒരു ഗ്രൂപ്പിൽ, അല്ലേ? അവർ ഇൻറ്റൻഷൻ എഴുതി തരുമ്പം തന്നെ അവിടെ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഇൻറ്റൻഷൻ ഇങ്ങനെയല്ല, വളരെ ക്ലിയർ ആയിട്ട് സിമ്പിളായിട്ട് കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ പലരും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൂ ആം ഐ എന്നുള്ളത്. ഒരിക്കലും ആകാശിക് റെക്കോർഡിൽ പോയിട്ട് ഈവൻ നമ്മളാണെങ്കിലും ഹൂ ആം ഐ എന്നുള്ളതിൻ്റെ അക്യുറേറ്റ് ആൻസർ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതായത് ഈ മൊമെൻറ്റിൽ ഹൂ ആം ഐ ഉള്ള ഒരു കാര്യത്തിൻ്റെ ആൻസർ കിട്ടുമായിരിക്കും. അതായത് ഒരു ലൈറ്റ് വർക്കർ ആണെന്നോ സ്പിരിച്വൽ ഹീലർ ആണെന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ ഈ മൊമെൻറ്റിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യത്തിൽ പറഞ്ഞ അപ്പോൾ ഈ ഹൂ ആം ഐ എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ച് നമ്മളുടെ യാത്രകളിലൂടെ നമ്മുടെ കാർമിക് ലെസൻസിലൂടെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അത് എൻഡ് പോയിൻ്റാണ്, മോക്ഷത്തിലേക്ക് എത്തുന്ന ഒരു പോയിന്റ്. അപ്പോൾ അത്രയും വലിയ ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് അവർക്ക് ഈ ഒരു മൊമെൻറ്റിൽ ഹീലിങ്ങിനായിട്ടുള്ളത്, ഈ ഒരു മൊമെൻറ്റിൽ അവർ അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ ആകാശിക് ബുക്ക് റെക്കോർഡ്സിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിപ്പം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ലെവലിൽ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് ഹീലിങ്ങും. നിങ്ങളിപ്പം അവരുടെ സോൾ കോൺട്രാക്ട്സ് ആക്സസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുമ്പോൾ ഒക്കെയും നിങ്ങൾ ചെയ്യേണ്ടത്, യൂഷ്വലി ഇന്നർ ചൈൽഡൊന്നും ആരും വന്ന് ചോദിക്കാറില്ല ആകാശിക് റെക്കോർഡ്സിൽ ഹീൽ ചെയ്യുമെന്നുള്ളത്. നമുക്ക് നമ്മളെ ഹീൽ ചെയ്യാനായിട്ട് അത് കൂടുതൽ ഉപകാരപ്പെടും. കാരണം നമ്മളുടെ എനർജറ്റിക് കോഡ്സ് എവിടെയൊക്കെയാണ് കണക്റ്റായി കിടക്കുന്നതെന്ന് ഈസിലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. അപ്പോൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ന ആളുമായിട്ടുള്ള സോൾ കോൺട്രാക്ട് എന്താണെന്ന് അവർ ചോദിച്ചു, ആൻഡ് ഇതിനെ എങ്ങനെ ഹീൽ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ റീഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന ആളുമായിട്ടുള്ള സോൾ കോൺട്രാക്ട് എന്താണെന്ന് നമ്മൾ എഴുതി, ആർക്കേഞ്ചൽ മൈക്കിളിനോട് പ്രൊട്ടക്ഷൻ അതിനു മുമ്പേ ചോദിച്ചു, ഷീൽഡിങ് ചോദിച്ചു, ആർക്കേഞ്ചൽ മെറ്റട്രോണിനോട് നമ്മൾ ഇതിനുള്ള പെർമിഷൻ ചോദിച്ചു. എപ്പോഴും ഡിവൈൻ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്ങിനോ ഹീലിങ്ങിനോ വരില്ല, ഏതൊരു ഹീലിംഗ് മെത്തേഡാണെങ്കിലും. സോ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള സെൽഫ് വർത്ത് ഇഷ്യൂസ് നിങ്ങളിലുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യുക, അതായത് സറണ്ടർ ചെയ്യുക. ഇപ്പോൾ ഞാൻ റീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാനൊരു മീഡിയം മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഡിവൈൻ്റെ യൂണിവേഴ്സിൻ്റെ ഒരു മീഡിയം മാത്രമാണ് ഞാൻ. എന്നിലൂടെ ഇന്ന ആൾക്ക് യൂണിവേഴ്സ് എന്തോ പറഞ്ഞു കൊടുക്കാനുണ്ട്, അത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, ദാറ്റ്സ് ഇറ്റ്. ഇപ്പം ഞാനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രശ്നം അവിടെ, അല്ലേ? അവിടെ ഇത് സത്യമാണോ കള്ളമാണോ കറക്റ്റാണോ റോങ് ആണോ എന്നൊക്കെ ഒത്തിരി മൈൻഡ് അനലൈസേഷൻ അവിടെ നടക്കും. അപ്പോൾ ടോട്ടലി സറണ്ടർ ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. സോൾ കോൺട്രാക്ട് റീഡ് ചെയ്തു, അതൊരു കാർമിക് സോൾ കോൺട്രാക്റ്റ് ആയിരുന്നു, ഇന്നതായിരുന്നു പ്രശ്നം, അല്ലെങ്കിൽ ആ ഒരു കാര്യം സ്റ്റിൽ അവർ എന്തുകൊണ്ട് ലൈഫിലുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള വിഷൻസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഹീലിങ്ങിന് പോകുമ്പോൾ അതൊരു കാർമിക് കോൺട്രാക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കോഡ് കട്ട് ചെയ്ത് വിടാം. കോഡ് കട്ട് നാളെ പിന്നെയും ഇനിയൊരു സെഷനിൽ എല്ലാ കോഡ് കട്ടും നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് റീഡ് ചെയ്യുമ്പം നിങ്ങൾ ഹീൽ ചെയ്യുമ്പം ഈ ആളെ, അതായത് ഞാനിപ്പം ഇനിയൊരാളുടെ ആകാശിക് റെക്കോർഡ്സാണ് ആക്സസ് ചെയ്യുന്നതെന്ന് വെച്ചോ, ഞാൻ ആ ഒരാളിനെ അവിടെ ഹയർ സെൽഫിനെ അവിടെ ഇവോക്ക് ചെയ്യുക. ഓക്കെ, അതായത് ABC എന്ന് പറഞ്ഞ ആളുടെയാണ് റെക്കോർഡ്സ് ഞാൻ റീഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ABC എന്ന് പറഞ്ഞ ആളിൻ്റെ ഹയർ സെൽഫിനെ ഇവോക്ക് ചെയ്യുക. ഇവരുമായിട്ട് DEF എന്ന് പറയുന്ന ഒരാളുമായിട്ടാണ് അവർക്ക് സോൾ കോൺട്രാക്ട് കിടക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഹയർ സെൽഫിനെയും ഇവോക്ക് ചെയ്യുക. എന്നിട്ട് ഈ രണ്ട് ആത്മാക്കൾക്കും നമ്മൾ ഹയർ സെൽഫിനെയാണ് ഇവോക്ക് ചെയ്യുന്നത്. അവരെപ്പോഴും ഒരു വൈറ്റ് ലൈറ്റിൽ മാത്രമായിരിക്കും നമുക്ക് കാണുന്നത്, വിത്ത് ദ ബ്ലാക്ക് എത്തറിക് കോഡ്സ്, ഗ്രേ എത്തറിക് കോഡ്സ്, ബ്ലൂ എത്തറിക് കോഡ്സ്, റെഡ് എത്തറിക് കോഡ്സ്. ഈ കോഡ്സ് ആണ് നെഗറ്റിവിറ്റി. ക്ലിയർ ആണോ? അത് എവിടെന്നെങ്കിലുമൊക്കെ കാണും ആ ഒരു ലൈറ്റിൽ നിന്ന്. അതിപ്പം അവരുടെ ഫിസിക്കൽ ബോഡിയിൽ എവിടെയാണെന്ന് നമുക്കറിയില്ല, അല്ലേ? മേ ബി അത് അപ്പർ ബാക്കിലായിരിക്കാം, ലോവർ ബാക്കിലായിരിക്കാം, ഏതെങ്കിലും ചക്രാസിലായിരിക്കാം. ഇതെന്താണെന്നൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. അവിടെ കോഡ് കട്ട് നമ്മൾ ചെയ്തു കൊടുക്കും.
അത് നാളെ പഠിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ ആർക്കി ഏഞ്ചൽസിനോട് ഈ 2 ആത്മാക്കൾക്കും അവരുടെ ഹയസ്റ്റ് ഗുഡിനായിട്ടുള്ള ഹീലിംഗ് ചോദിക്കുക. അപ്പോൾ അവരുടെ ഹാർട്ട് ചക്ര ആയിരിക്കും ഹീലാവുന്നത് നിങ്ങൾക്ക് ഫീൽ ആവാൻ പറ്റുന്നത്. അറ്റ് ദ സെയിം ടൈം അങ്ങനെ ഹീലിംഗ് നടക്കുമ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്രയിലും ആ ഒരു ഹീലിംഗ് ഫീൽ ആവുന്നതാണ്. അപ്പോൾ ഇത് കളക്റ്റീവ്ലി നമ്മൾ ഈ ഒരു ഹീലിംഗ് നമുക്ക് 3 പേർക്ക് 3 ഹയർ സെൽഫിനാണ് കിട്ടുന്നത്. അതായത് ആസ് എ ഹീലർ എനിക്കും എന്നിലേക്ക് ഹീലിങ്ങിനായിട്ട് വന്ന മറ്റൊരാത്മാവിനും ആ ആത്മാവിലൂടെ സോൾ കോൺട്രാക്റ്റിലുള്ള ഇനിയൊരു ആത്മാവിനും ഈ 3 പേർക്കൂടെയാണ് ഹീലിംഗ് ഇവിടെ കിട്ടുന്നത്. ആൻഡ് ഇവിടെ ഇനിയൊരു കാര്യം പറഞ്ഞു തരാനുള്ളത് മറ്റ് മൊഡാലിറ്റീസ് ഈ പറഞ്ഞ പോലെ രേഖി ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച പോലെ രേഖി ഉപയോഗിക്കാം, ക്രിസ്റ്റൽസ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ടാരോ കാർഡ് ഇവരെക്കുറിച്ച് എന്തെങ്കിലും റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ഓൾറെഡി ഷഫിൾഡ് ആയിട്ടുള്ള കാർഡ്സ് എടുക്കാവുന്നതാണ്, ക്ലെൻസ്ഡ് ആയിട്ട് ഷഫിൾഡ് ആയിട്ടുള്ള കാർഡ്സ്. പിന്നെ ഏഞ്ചലിക് ഹീലിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് മൊഡാലിറ്റി വേണോ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്തത് അതേപോലെ ഇവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. കോഡ് കട്ടിങ് ഒറ്റ കാര്യം മാത്രം നമ്മൾ ഇനിയൊരു സെഷനിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഏതൊരു കാര്യത്തിനും അവരുടെ സോൾ കോൺട്രാക്ട്സ് ആവട്ടെ, കാർമിക് കോൺട്രാക്ട്സ് ആവട്ടെ, ഈവൻ ഇന്നർ ചൈൽഡ് ആരെങ്കിലും വന്നാലും നിങ്ങൾക്ക് ഹീൽ ചെയ്യാവുന്നതാണ്. ആൻസിസ്ട്രൽ ഹീലിംഗ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ കോഡ് കട്ടിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വന്നിട്ട് അവർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങൾ നോക്കി പറയാവുന്നതാണ്. അവരുടെ ലൈഫ് പർപ്പസ്, സോൾ പർപ്പസ്, പ്രോപ്പർട്ടി റിലേറ്റഡ് ഇഷ്യൂസ്, വീട് റിലേറ്റഡ് ഇഷ്യൂസ്, ഈ കേഴ്സസ്, ജനറേഷണൽ കേഴ്സസ്, ഇങ്ങനെ വേണ്ട ഏത് തരത്തിലുള്ള ബ്ലോക്കേജ് നമ്മളുടെ ആണെങ്കിലും മറ്റുള്ളവരുടെ ആണെങ്കിലും അത് റീഡ് ചെയ്തിട്ട് ഹീൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. റീഡിങ് എങ്ങനെയാണെന്നറിയാം. ഈ പറയുന്ന ആളുടെ ആകാശിക് റെക്കോർഡ്സ് ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യുകയും വേണം. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ. ആദ്യത്തെ സെഷനിൽ ഇതിൽ ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് കാണും. പക്ഷേ മാക്സിമം നിങ്ങൾ ഒരാഴ്ച 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 പ്രാവശ്യം സെഷൻ കേൾക്കുന്ന ഓരോ പ്രാവശ്യവും പ്രോബബ്ലി നിങ്ങൾക്ക് ഓരോ പോയിന്റ് ആയിരിക്കും കിട്ടുന്നത്. കാരണം ഒത്തിരി കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സെഷനിൽ. അപ്പോൾ ചെറിയൊരു നോട്ടാക്കുക. ഞാൻ എന്തുകൊണ്ടാണ് നോട്ട് തരാത്തതെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും നമ്മൾ ആ നോട്ട് തരുമ്പോൾ അത് ഒരു എന്താ പറയുന്നത് മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായി. അപ്പം ഇൻഡ്യൂട്ടീവ്ലി കണക്ട് ചെയ്ത് ക്ലാസ് എടുത്ത് ഇവിടെ തരികയാണ്. സോ അത് നോട്ട് ഡൗൺ ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പം നിങ്ങളുടെ ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യത്തെ നിങ്ങളുടെ വിസ്ഡത്തിലൂടെ കണക്ട് ചെയ്ത് നിങ്ങൾ അതിനെ എലാബറേറ്റ് ചെയ്യുക നിങ്ങളുടെ ഗിഫ്റ്റിനെ. അതുകൊണ്ടാണ് പെർട്ടിക്കുലർലി നോട്ട്സ് തരാത്തത്. പക്ഷേ ഈ ഒരു സെഷൻ കേട്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നോട്ട്സ് ആക്കുക. ഷോർട്ട് നോട്ട്സ് ആയിട്ട് ചെറിയ ഷോർട്ട് കട്ട്സിൽ എഴുതിയാലും കുഴപ്പമില്ല. കുറച്ചൊന്നും സമയം ഇതിനായിട്ട് എന്താ പറയുന്നത് സമയം കുറച്ച് സ്പെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നാളത്തെ ഒരു സെഷൻ, ഇനി അടുത്ത ഒരു സെഷനൂടെ ഞാൻ റെക്കോർഡഡ് സെഷൻ അയച്ചു തരുന്നതാണ്. കോഡ് കട്ടിങ് പല തരത്തിൽ എങ്ങനെയാണെന്ന് അത് ഇവിടെ അതുകൂടെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ലെവലിലേക്ക് അസൈൻമെൻറ്റിലേക്ക് എത്തപ്പെടുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. എത്രയും പെട്ടെന്ന് ഇതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പ്രാക്ടീസ് ചെയ്യുക. നോട്ട്സ് ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പം ആകാശിക് റെക്കോർഡ്സ് എങ്ങനെ ആക്സസ് ചെയ്യണമെന്നറിയാം, എങ്ങനെ ഹീലിങ്ങിന് പോകണമെന്നറിയാം. അപ്പോൾ ആദ്യം സെൽഫായിട്ടുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെയും ആക്സസ് ചെയ്യാനുള്ള ഒരു സെൽഫ് വർത്ത് ഇഷ്യൂസിനെ ഫേസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് വരും. ആൻഡ് ആദ്യം നമ്മളുടെ മൈൻഡിലേക്ക് ഈ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന കാര്യങ്ങളിൽ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ വിസ്ഡം, നമ്മുടെ സോളാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അവിടെ മൈൻഡിനെ കുറച്ച് കാമാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പറഞ്ഞു തരാനുള്ളത്. ബ്ലെസ്സിങ്സ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.